ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണിയാണെന്നുണ്ടെങ്കിൽ ആ, വേലുവിനോട് പറയുന്നുണ്ട്, വേലു ഇവളെ പോലത്തെ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, നല്ല പഞ്ചപാവമാണ് ഇവള്. അതുകൊണ്ട് ഇവളെ പറ്റിക്കാൻ എളുപ്പമായത് കൊണ്ടാണ് ചെറിയൊരു ചതി അവൾക്ക് സംഭവിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കെ എന്ന് പറഞ്ഞിട്ട് കല്യാണി അപ്പുറത്തേക്ക് പോവാണ്. വേലു നമ്മുടെ അമലുവിനോട് പറയണ്ട, അമലു നീ ഇനി എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, ഇനി വിഷമിക്കല്ലേ കേട്ടോ. ഇതൊരു കല്യാണ വീടാ, നമ്മളിവിടെ എന്തിനാ വന്നത്, ഇവരെ സഹായിച്ച് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുത്തിനൂടെ വരുമല്ലോ കല്യാണം മുടക്കാനായിട്ട്, ഗംഗപ്രസാദ്. അവനെ പറ്റുമെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് കൊല്ലാനും കൂടിയിട്ടാ നമ്മൾ ഇവിടേക്ക് വന്നത്. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം അമലു എന്ന് പറയുമ്പോൾ അമലു പറയണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട് വേലു ഏട്ടാ. അവനെങ്ങാനും എന്റെ കൺമുമ്പിൽ പെട്ടാലുണ്ടല്ലോ, ആർക്കും ഞാൻ ഒരു അവസരം കൊടുക്കില്ല, ഞാൻ തന്നെ അവനെ കൊല്ലും. കാരണം എന്റെ അപ്പന്റെ വയറ്റിൽ ആ മരത്തിന്റെ കഷ്ണം കയറ്റുന്നത് ഞാനാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം വിഷമമുണ്ട്. അവനെ ഞാനും ഒരുപാട് വിശ്വസിച്ചില്ലേ, സ്നേഹിച്ചു. അതുകൊണ്ട് എന്റെ അപ്പം മരിക്കേണ്ടത്. ഞാൻ അന്ന് അവന്റെ തനിനിറം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാനും വേലുവേട്ടന്റെ കൂടെ ചേർന്നിട്ട് അവൻ ഇവിടെ നിന്ന് പുറത്താക്കുമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാത്തതിന് കാരണക്കാരി ഞാൻ കൂടിയല്ലേ വേലുവേട്ടാ. നീ എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അമലു. ദേ കഴിഞ്ഞത് കഴിഞ്ഞു. നോക്ക്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജാതകം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തലയിലെ ജനിക്കുമ്പോ തന്നെ നമ്മുടെ മരണവും എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയാറുള്ളത് നമ്മുടെ മൂപ്പനും എല്ലാവരും പറയണത്. അങ്ങനെ തന്നെയല്ലേ അമലും. ചിലപ്പോ ഇന്ന് മൂപ്പ മരിക്കും, നാളെ ചിലപ്പോ ഞാനായിരിക്കും. അയ്യോ വേലുവേട്ട അങ്ങനെ പറയല്ലേ. അല്ല, ഞാൻ പറഞ്ഞതാ മോളെ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെയാണ്. ഇത്രയും നാൾ വരെ ജീവിക്കാൻ നമുക്ക് ആർക്കും വാക്ക് തന്നിട്ടില്ല, ആരും നമ്മുടെ പറഞ്ഞിട്ടുമില്ല. എപ്പം നമ്മളെ ദൈവം അങ്ങോട്ട് വിളിക്കുന്നു ആ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം. ഉള്ള സമയത്ത് നല്ല സ്നേഹിച്ചും സമാധാനത്തോടെ ആരെയും ചതിക്കാതെയും ആരുടെ വിഷമവും കയറി പറ്റാതെയൊക്കെ നമുക്ക് ജീവിച്ചു തീർക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട, ഒരു കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പുറത്തുണ്ടാകും എന്ന് പറയാണ്. വേലു പറഞ്ഞിട്ട് ഇവിടെയുള്ളവരൊക്കെ എത്ര നല്ല ആൾക്കാരാ അമലു. സത്യം പറഞ്ഞാൽ എല്ലാവരും പഞ്ചപാവങ്ങളാ, പ്രത്യേകിച്ച് ആ കല്യാണി മേഡം, കിരൺ സാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടുള്ള ഗംഗപ്രസാദ് കൊല്ലാൻ നടക്കണില്ലേ, കാർത്തിക എന്ന് പറഞ്ഞ മേഡം, അവരൊക്കെ പഞ്ചപാവമാണ്. അവരുടെ തലയ്ക്ക് മുമ്പ് ഗംഗപ്രസാദ് അടിച്ചിട്ടുണ്ടെന്ന്, അവർക്ക് തലക്ക് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ടാ ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞൊരു സാറ് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴും ആ വിവാഹം മുടക്കാൻ വേണ്ടി നോക്കാണ്. ഗംഗപ്രസാദ് അവരുടെ ഗംഗപ്രസാദിന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണ് ഈ കാർത്തികയുടെ അമ്മ എന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദ് അനിയത്തിയായിട്ട് വരും. പക്ഷെ അവർ അനിയത്തിയായിട്ടോ അമ്മയായിട്ടോ ഇതിന് സ്വന്തം അച്ഛനെ പോലും കൊല്ലാൻ മടിക്കാത്തവനായിരുന്നു ഈ ഗംഗപ്രസാദ്. അങ്ങനെയുള്ളവൻ ഇനി ഭൂമിയിൽ ജീവിക്കേണ്ട. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീര് ആഴ്ത്തിയിലാണ് അവൻ. അതുകൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ, നമുക്ക് ആ ചടങ്ങ് നിറവേറ്റാമലും. അതേ വേലുവേട്ട, ഞാനും വേലുവേട്ടന്റെ കൂടെ ഉണ്ട്. ഇവിടുള്ള ആരും ജയിലിൽ പോകരുത്. നമുക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും ആരും അതിനെ വിടരുത്. നമുക്ക് തന്നെ കുറ്റേറ്റെടുത്ത് ജയിലിലേക്ക് പോകണം. അത്രമാത്രം നമ്മളെ മുടിപ്പിച്ചവനവൻ എന്നൊക്കെ അമലും പറയുന്നുണ്ട്. വേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം കല്യാണി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്മമ്മ ചോദിക്കുന്നുണ്ട്, കല്യാണി മോളെ സത്യം പറ, ആ പെൺകുട്ടിനെ ഇത്രോ നേരം എവിടെയായിരുന്നു? അത് ഹോസ്പിറ്റലാണ് അമ്മമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം അല്ലേ? അല്ല അമ്മമ്മ എന്താ പറഞ്ഞത്, അവൾക്ക് വയറ്റിലുണ്ടായിരുന്നു അല്ലേ? കല്യാണി മോള് സത്യനോട് പറയണം, മോള് നുണ പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. അമ്മമ്മ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഞാനിപ്പോ ഇതാർത്തും പറയാത്തത്. അവളുടെ പെൺകുട്ടിയല്ലേ, പിന്നെ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് കിടക്കുന്ന ചെക്കൻ അവളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അത് അവൻ അറിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ ആർത്തും പറയാത്തത്. ഇപ്പൊ എനിക്കും കിരണേട്ടന്റെ അച്ഛനും മാത്രമേ ഈ സത്യം അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഇപ്പൊ അമ്മമ്മക്കറിയാം, ആരോടും പറയല്ലേ അമ്മമ്മ എന്ന് പറയാണ്. ഞാനായിട്ട് ആർത്തും പറയില്ല മോളെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അത് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവുമായിരുന്നു അവളിപ്പോ ഗർഭിണിയാണെന്ന്. എനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ്. പിന്നെ ആ പെൺകുട്ടിക്ക് വിഷമമുണ്ട് അച്ഛൻ മരിച്ചില്ല, അതിനേക്കാളും വിഷമം ആ പയ്യൻ വേലുവിനെ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ടും പിന്നെ ഗംഗാപ്രസാദ് അവൾക്കൊരു സമ്മാനം കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ടുമുള്ള വിഷമം അവൾക്കുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പയ്യനാ വേലു. അവൾ എങ്ങനെ അവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അതെ, അത് തന്നെ ഞാൻ അമലുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനത്തെ ഒരു പയ്യനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം ഈ കാര്യം കാർത്തിക കേൾക്കുന്നുണ്ട്. കല്യാണി നീ എന്താ പറഞ്ഞത്? അതേ ചേച്ചി, ഗംഗപ്രസാദ് അവൾക്കിട്ട് ഒരു പണി കൊടുത്തായിരുന്നു, അതാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ താമസിച്ചത്. നീ താമസിച്ചപ്പോഴേ അമ്മ എന്നോട് സംശയം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി, ഇതിപ്പോ ആൾക്കാർ അറിഞ്ഞറിഞ്ഞു വന്നോണ്ടിരിക്കുക, ഒരിക്കലും വേലുവിന്റെ ചെവി മാത്രം ഇത് അറിയരുത്. ഇല്ല മോളെ, ഞങ്ങൾ ഇത് ആർത്തു പറയാൻ ആരോടും പറയില്ല. പാവം ആ കുട്ടീനെ എനിക്കൊന്ന് കാണുമായിരുന്നല്ലോ, വേലു റൂമിലില്ലെന്നുണ്ടെങ്കിൽ ചേച്ചി പോയി കണ്ടോ എന്ന് പറയണം. അങ്ങനെ കാർത്തിക റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അമല ഇവിടെ കിടക്കുമായിരിക്കോട്ടെ. അപ്പൊ അമലു ഇങ്ങനെ എഴുന്നേക്കാകുമ്പോ കാർത്തിക പറയണ്ട, അയ്യോ എഴുന്നേക്കൊന്നും വേണ്ട, റെസ്റ്റ് എടുത്തോ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നോക്ക്, എന്നെ കൊല്ലാൻ വേണ്ടിട്ടാ അവൻ നടക്കണത്, എന്നെയും അമ്മേനെ. കാരണം സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണേ. അവന്റെ അച്ഛന്റെ സ്വത്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടി നോക്കാം. അവന്റെ അച്ഛൻ ആരാന്നറിയാവോ? എന്റെ രണ്ടാനച്ഛനാ, പാവം മനുഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോഴാ ചിതാഭസ്മം കൊണ്ട് വലിച്ചെറിഞ്ഞവനാ ഈ പറഞ്ഞ ഗംഗപ്രസാദ്.
ഒന്നിനും മടിയില്ലാത്തവനാ മോളെ അവൻ. നിനക്കൊരു ചതി പറ്റി. പക്ഷെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവനൊരു ഒരു കൊള്ളില്ലാത്ത ഒരു ആളാണ്. അതുകൊണ്ട് ഈ തീരുമാനം എത്രയും നല്ലതായിരുന്നു. കല്യാണി കറക്റ്റ് സമയത്ത് തന്നെയാ തീരുമാനം എടുത്തത്. പിന്നെ ഈ ഗംഗപ്രസാദനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുത്തി ജയിലിൽ കിടക്കുന്നുണ്ട്, സ്റ്റെഫി എന്നാ പേര്. അവനും അതെ, എപ്പോഴും അവളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് നടക്കുവാണ്. എങ്ങനെ വിവാഹം കഴിക്കാനാ? ഇത്രയും പേരുടെ ശാപമുണ്ട്. കണ്ണി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവനെ കൊല്ലാൻ വേണ്ടി നടക്കുവാണ്. എന്നിട്ട് ആ സ്റ്റെഫി ജയിലിൽ അവനെയും കാത്ത് കിടക്കുകയാണ്. അവൻ വരും വരും അവളെ കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. മോള് വിഷമിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി അവൻ വരും, അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ കല്യാണ ദിവസം, അതായത് മറ്റന്നാള് അവൻ എന്തായാലും ഇവിടേക്ക് വരും, എന്നെ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ എന്റെ ചെക്കനെ കൊല്ലാനായിട്ട്, ദിലീപേട്ടനെ. അപ്പോ എന്തായാലും അവൻ ഇവിടെ വരുമ്പോ ഒരു കാര്യം ഉറപ്പാ, എന്റെ കല്യാണം നടക്കുക തന്നെ മാത്രമല്ല, അവന്റെ മരണവും കൂടി സംഭവിക്കുന്നത് ആ ഒരു ദിവസമായിരിക്കും എന്ന് പറയാണ്. അമല് പറയണ്ട്, അവനെങ്ങാനും കാണുവാണെങ്കിൽ ഞാനായിരിക്കും അവനെ കൊല്ലുന്നത് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട്, എല്ലാവർക്കും ഇങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളുണ്ട്. കല്യാണിനെ അറിയില്ലേ? കല്യാണിയുടെ പാവപ്പെട്ട അമ്മേനെ കൊന്നത് അവനാ. അത് കല്യാണിക്കാണെങ്കിൽ ഒരാളെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്തതാണ്. അവൾ ആദ്യമായിട്ട് ഒരാൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവനാ, ആ ഗംഗപ്രസാദ്. അതുകൊണ്ട് അവൾക്കും ആ ദേഷ്യമുണ്ട്. കിരണും കല്യാണി ചന്ദ്രസേനങ്ങളും എന്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ബൈജു, രതീഷ്, ഇപ്പൊ വേലു, നീ, അമ്മുമ്മ വരെ അവനെ കൊല്ലണോന്ന് പറഞ്ഞ് നടക്കാണ് എന്നൊക്കെ കാർത്തിക പറയുന്നുട്ടോ. അതേസമയം നമ്മുടെ അമ്മുമ്മ കല്യാണിയുടെ അടുത്ത് പറയണ്ട, ഹോ അവൻ എന്താ മോളെ ഇങ്ങനെ ഓരോരോ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് ദേഷ്യം കൂടി വരും അവന്റെ അടുത്തേക്ക്. നോക്കിക്കോ, അവൻ എങ്ങനെ കല്യാണത്തിന് വരുവാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അവനെ കൊല്ലുവാണെങ്കിൽ തന്നെ ദേ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ പോയി ജയിലിൽ കിടന്നോളാം. അഥവാ എനിക്ക് കൊല്ലാനൊരു അവസരം കിട്ടിയ ഞാൻ തന്നെ കൊല്ലും. പക്ഷെ നിങ്ങൾ ആരും ജയിലിൽ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജയിലിൽ പോവുക തന്നെ ചെയ്യും, അവനെ കൊന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കല്യാണി പറഞ്ഞ, അമ്മുമ്മ എന്തിനാ പോണത്? ഞാൻ പോകും. എനിക്ക് അത്രമാത്രം ദേഷ്യമുണ്ട്. മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് അവൻ മരിച്ചേ പറ്റൂ. ഇതിനു മുമ്പ് നമ്മുടെ ശത്രുക്കൾ വിക്രവും അതുപോലെ തന്നെ രാഹുലൊക്കെ തന്നെയായിരുന്നു. സരയുവിന്റെ അമ്മയായിരുന്നു. ഇപ്പൊ അവരുടെയൊക്കെ സ്വഭാവം മാറി. രാഹുൽ ജയിലിലായോണ്ട് വലിയ കുഴപ്പമില്ല, വിക്രവും അങ്ങനെ തന്നെ. പക്ഷെ അവരൊക്കെ പുറത്താണെങ്കിൽ പോലും ഇത്രയും ഒരു കുഴപ്പക്കാരല്ലായിരുന്നു. പക്ഷെ ഇതുപോലത്തെ ഒരു കൊലയാളിനെ സിനിമയിലും സീരിയലിലും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ വാർത്തകളിലൊക്കെ കാണുന്നില്ലല്ലോ, സീരിയൽ കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഇപ്പൊ അമ്മൂമ്മ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നൊക്കെ കല്യാണി പറയുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ വിവാഹമാണ് മറ്റന്നാൾ. അപ്പൊ ഗംഗപ്രസാദ് വിവാഹത്തിന് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് കാർത്തികയുടെ വിവാഹത്തിന് വന്നിട്ട് കാർത്തികനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. അപ്പൊ ആ ദിവസം തന്നെയാണ് ഗംഗപ്രസാദ് മരിക്കണെന്നാ പറഞ്ഞത്. ശരിയാട്ടോ, കാർത്തികയുടെ വിവാഹ ദിവസം തന്നെയാണ് ഗംഗപ്രസാദ് മരിക്കാൻ പോണത്, അത് ഉറപ്പാണ്. പക്ഷെ അതിന് ആര് കൊല്ലും എന്ന് മാത്രമേ അറിയാനുള്ളൂ. കാർത്തിക കൊല്ലോ, ലക്ഷ്മിയമ്മ കൊല്ലോ? ലക്ഷ്മിയമ്മ ഇല്ല, കാർത്തിക അല്ലെങ്കിൽ അമലു, വേലു, കല്യാണി, ഇവരിൽ 4 പേരിൽ ആരോ ഒരാളാണ് ആ പണി ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും കാർത്തികയുടെ വിവാഹം നടക്കുകയും ചെയ്യും, ഗംഗപ്രസാദ് മരിക്കുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.